ഹലോ എവ്രിവൺ, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജ് സാൻഡ്വിച്ച് ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇട്ട് കൊടുക്കാം, ഒരു ടൊമാറ്റോയുടെ പകുതി ചേർത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം, ഒരു ചെറിയ ക്യാരറ്റ്, ഒരു കുക്കുംബറിൻ്റെ ഹാഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഏതാണോ അതെല്ലാം ചേർത്ത് കൊടുക്കാം. ഈ 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യമായ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മയണൈസ് ചേർത്ത് കൊടുക്കണം. 1.5 ടേബിൾ സ്പൂൺ മയണൈസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് എഗ്ഗും ഓയിലും ഒന്നും യൂസ് ചെയ്യാത്ത മയണൈസ് ആണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. മയണൈസിലും ചീസിലും എല്ലാം ഉപ്പ് ഉണ്ടാവും, അപ്പോൾ അതിന് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ബ്രൗൺ ബ്രെഡ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. വൈറ്റ് ബ്രെഡ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അതിലേക്ക് ചീസിൻ്റെ സ്ലൈസ് ഹാഫ് ആക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു പാൻ ചൂടാക്കിയതിലേക്ക് നമുക്ക് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഈ ബ്രെഡ് അതിലേക്ക് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബ്രെഡ് ഒന്ന് ചെറുതായിട്ട് ക്രിസ്പി ആവുന്നത് വരെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്, ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you.